ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഷോർട്സ്. അപ്പം ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും പറ്റിയൊരു ബെസ്റ്റ് ഐറ്റമാണ് ചെമ്പരത്തി താളി. സോ ഇന്ന് സൺഡേ ആയത് കാരണം ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ ഞാൻ ഇലയും പൂവും എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് നന്നായിട്ട് വാഷ് ചെയ്യുക, നന്നായിട്ട് അതിലത്തെ ഡസ്റ്റൊക്കെ പോക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊരു ജാറിലേക്ക് ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. സോ അത് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ലൂസി കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വേണം ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാ ഇപ്പോൾ ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്യാണ്. അതിലേക്കൊരു 1 ഗ്ലാസ് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം. എന്നിട്ട് അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. സോ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ലൂസി കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മളത് ഒന്ന് ഫിൽറ്റർ ചെയ്യണം. സോ ഫിൽറ്റർ ചെയ്യാൻ ഞാനിവിടെ ഇതായിരുന്നു യൂസ് ചെയ്തത്. ബട്ട് അത് ഫ്ലോപ്പ് ആയിപ്പോയി, കാരണം അതിൽ കുറേ ടൈം കൺസ്യൂമിങ് ആണ്. സോ അത് ഒഴിവാക്കിയിട്ട് ഞങ്ങളൊരു ഓൾഡ് ക്ലോത്ത് എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഫിൽറ്റർ ചെയ്യുന്നത്. സോ ഒരു പഴയ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ അതിൽ ഫിൽറ്റർ ചെയ്താൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. സിമ്പിൾ മെത്തേഡുമാണ്. സോ അതിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയറിൽ നന്നായിട്ട് കോംബ് ചെയ്തതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. എല്ലാ പോർഷനിലും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട് കാര്യമുള്ളൂ. സോ 5 മിനിറ്റ്സ് മതി നമ്മൾ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ടൈം വെച്ചാൽ ചിലപ്പോൾ കോൾഡും കാര്യങ്ങളൊക്കെ വരും. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. എന്നിട്ട് നമ്മളത് വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വൈറ്റ് പൊടി ഉണ്ടാവും ഹെയറിൽ. സോ അത് നന്നായിട്ട് കോംബ് ചെയ്താൽ വരെ ജസ്റ്റ് ഒന്ന് ഒരു 2-3 ടൈംസ് കോംബ് ചെയ്താൽ തന്നെ ആ വൈറ്റ് പൊടിയൊക്കെ പോവും. സോ ഇങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് കോംബ് ചെയ്ത ഹെയർ ലുക്സ് ലൈക്ക് എ സിൽക്കി ആൻഡ് സ്മൂത്ത് ടെക്സ്ചർ. സോ ബൈ.